ഹായ് വെൽക്കം ടു കോഡ് യുറക്ക. ഇന്ന് നമ്മൾ നോക്കുന്നത് നാനോ ബനാന എന്ന് പറയുന്ന ഗൂഗിളിൻ്റെ ഒരു കിടിലൻ ടൂളാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു ഇമേജിനെ എഡിറ്റ് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ട് പറ്റും. ഫോട്ടോഷോപ്പോ ക്യാൻവയോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് പ്രോംപ്റ്റുകൾ കൊടുത്തുകൊണ്ട് കറക്റ്റായിട്ട് നമുക്കൊരു ഇമേജിനെ സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഇമേജിൻ്റെ അകത്ത് മറ്റൊരാളോട് ആഡ് ചെയ്യണം. ഒരു ഗ്രൂപ്പ് ഫോട്ടോ ആണ്, അതിൻ്റെ അകത്ത് ഒരാളോട് ആഡ് ചെയ്യണമെങ്കിൽ അത് ആഡ് ചെയ്യാം. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജിന് നമുക്ക് കളറാക്കണേ സിമ്പിളായിട്ട് ഒരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് കളറാക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യണം. ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കിടിലൻ ടൂളാണ് നാനോ ബനാന. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ പല മെത്തേഡിൽ ഇത് യൂസ് ചെയ്യാം. നമുക്ക് സിമ്പിളായിട്ടുള്ള മെത്തേഡ് എന്ന് വെച്ചാൽ ജെമിനി, ഗൂഗിളിൻ്റെ തന്നെ ജെമിനി എന്ന് പറയുന്ന നമ്മുടെ AI ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിൻ്റെ അകത്ത് നാനോ ബനാന സെലക്ട് ചെയ്തുകൊണ്ട് നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജെമിനിയിലേക്ക് നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തിട്ട് നിങ്ങളുടെ ഒരു ജിമെയിൽ ഉണ്ടെങ്കിൽ ജിമെയിൽ അക്കൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇതിൻ്റെ അകത്തിട്ട് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ കയറിയതിന് ശേഷം തന്നെ ഇവിടെ ടൂൾസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഈ ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് ഇമേജ്, നാനോ ബനാന എന്ന് പറഞ്ഞാൽ ഈ ക്രിയേറ്റ് ഇമേജ് എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷനാണ് നാനോ ബനാനയുടെ. ഇത് നിങ്ങൾ സെലക്ട് ചെയ്താൽ നാനോ ബനാന ആയിരിക്കും സെലക്ട് ആയിരിക്കുന്നത്. ഇനി നിങ്ങൾക്കിപ്പം ഒരു ഇമേജ് കൊടുത്തിട്ട് നമുക്ക് അതിനെ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് നമുക്ക് സിമ്പിളായിട്ട് നോക്കാം. അത് നമുക്കൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജിനെ എങ്ങനെ കളറാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് നമുക്ക് ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. അതിന് നമുക്ക് unplash.com എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട്. ഇവിടെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെ സിമ്പിളായിട്ട് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഒരുപാട് ഫ്രീ പിക്ചേഴ്സ് ഉണ്ട്. നമുക്ക് അതിൽ നിന്ന് ഒരു പിക്ചർ ഡൗൺലോഡ് ചെയ്യാം. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചർ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ ആ ഇമേജിനെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആ ഇമേജ് ഒന്ന് അപ്ലോഡ് ചെയ്യാണ്. ഇമേജ് ഇപ്പോൾ അപ്ലോഡ് ആയിട്ട് നമ്മളൊരു പ്രോംപ്റ്റ് എടുക്കുകയാണ്. മേക്ക് ഇറ്റ് കളർഫുൾ. സിമ്പിളായിട്ട് നിങ്ങൾ ഇത്രയും കൊടുത്താൽ മതി. അതിനുശേഷം എൻ്റർ ചെയ്യുക. ഇപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് കാണാം. എങ്ങനെയാണ് ഈ നാനോ ബനാനയുടെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് ഈ നാനോ ബനാന തരുന്നത്. ഇപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. നമ്മൾ ഈ കൊടുത്ത ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയെ ഇത് ഇതാണ്ട് അടിപൊളി ഒരു കളർ ഫോട്ടോ ആക്കി മാറ്റിയിട്ടുണ്ട്. കണ്ടോ? ഇവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്കൊരു പേഴ്സണോട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഒരു സിംഗിൾ പിക്ചറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സിമ്പിളായിട്ട് ആഡ് ചെയ്യും. ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമുക്കിത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അടുത്ത നമുക്ക് ഒരു പേഴ്സണെ ഇതിൻ്റെ അകത്ത് എങ്ങനെ ആഡ് ചെയ്യാം. ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ഈ നാനോ ബനാന ഈ ജെമിനി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് ഒരാളിനെ ആഡ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് അതിനായിട്ട് ഒരു സിംഗിൾ ഇമേജ് ഡൗൺലോഡ് ചെയ്യാം. അൺസ്പ്ലാഷിൽ നിന്ന് തന്നെ ഒരു സിംഗിൾ ഇമേജ് ഡൗൺലോഡ് ചെയ്യാം. ഈ ഒരു ഇമേജ് നമുക്ക് എടുത്ത് നോക്കാം. ഓക്കെ, ഇത് നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാമെന്നിവിടെ കാണിക്കുന്നുണ്ട്. നമുക്കതൊന്ന് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ജെമിനിയിലേക്ക് വന്നതിന് ശേഷം നമ്മളിത് ഇവിടെ അപ്ലോഡ് ചെയ്യുന്നു. നമ്മൾ ആദ്യം ഈ ഔട്ട്പുട്ട് നമുക്കിപ്പോൾ വന്ന ഒരു ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു. അതിൻ്റെ കൂടെ ഈ സിംഗിൾ ഫയലും കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം നമ്മളൊരു ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. നമുക്ക് കൊടുക്കാം ക്യാൻവാഡ് സിംഗിൾ പേഴ്സൺ ടു ഗ്രൂപ്പ് ഫോട്ടോ എന്ന് കൊടുത്തതിന് ശേഷം നമുക്ക് എൻ്റർ ചെയ്യാം. നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അതിൻ്റെ ഔട്ട്പുട്ട് ഇപ്പോൾ അത് കാണിച്ചു തരാം. അപ്പോൾ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഫോട്ടോ തന്നെ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ആ ഫോട്ടോ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്കൊരു റൂമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വീടുണ്ട്. ഈ വീടിന് നമുക്കൊരു പെയിന്റ് മറ്റൊരു പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്ന് അറിയണമെങ്കിൽ ഈ വീടിൻ്റെ ഇമേജ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അതിൻ്റെ താഴെ പറയുക ഇപ്പം ഗ്രീൻ പെയിന്റ് ചെയ്ത് എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ സിമ്പിളായിട്ട് അത് ഗ്രീൻ പെയിന്റിലും യെല്ലോ പെയിന്റിലും റെഡ് പെയിന്റിലും ഒക്കെ അത് കാണിച്ചു തരും. നമ്മൾ പറയുന്ന പെയിന്റുകളിൽ അത് കാണിച്ചു തരും. അതുപോലെ നമുക്കൊരു റൂമിൻ്റെ പെയിന്റ് മാറ്റണം, അല്ലെങ്കിൽ ഒരു ഫർണിച്ചർ ആഡ് ചെയ്ത് എങ്ങനെ ഇരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ സിമ്പിളായിട്ട് വളരെ കിടിലമായിട്ട് ഇത് ചെയ്തു തരും. അപ്പോൾ അത് നമ്മൾ പറഞ്ഞ ഇമേജ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് ജനറേറ്റ് ആയിട്ടുണ്ട്. കണ്ടോ? ഇപ്പോൾ നമ്മൾ കൊടുത്ത ഇമേജിൻ്റെ അകത്തേക്ക് അതാണ്ട് ഒരു സിംഗിൾ പേഴ്സണേയും കൂടെ ആഡ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ഫാമിലി ഫോട്ടോസോ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരാളിനെ ആഡ് ചെയ്യണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് റിയലിസ്റ്റിക് ആയിട്ട് ഇത് ആഡ് ചെയ്ത് തരും. അപ്പോൾ നമുക്ക് ഇനി ഒരു സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ മറ്റുള്ള ഹെൽപ്പോ ഇല്ലാതെ നമുക്ക് അങ്ങനെയുള്ള ഫോട്ടോസ് വളരെ സിമ്പിളായിട്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെ നമുക്കിപ്പം ഇതിൻ്റെ അകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരെ ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി. ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു ഫോട്ടോ കൊടുത്തിട്ട് ഇതിൻ്റെ ഡ്രസ് കളർ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞാൽ അത് ചേഞ്ച് ചെയ്ത് തരും.
എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു ബ്രൈഡിൻ്റെ ഫോട്ടോ എടുക്കാം. ഇത് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോട്ടോ ആണ്. അൺപ്ലാഷിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഈ ഫോട്ടോ കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ബ്രൈഡിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്ത്, ഡ്രസ്സിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് നമുക്ക് യെല്ലോ ആക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാക്കി തരും. ചെയ്ത് ഡ്രസ് കളർ ടു യെല്ലോ എന്ന് കൊടുക്കാം. നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ ഇത് ജനറേറ്റ് ചെയ്ത് നമുക്ക് കാണാം. ഇപ്പം നമ്മൾ പറഞ്ഞ ബ്രൈഡിൻ്റെ ഡ്രസ്സ് ഒന്ന് യെല്ലോ ആക്കാനായിട്ടാണ് പറഞ്ഞത്. അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കാണാം. കണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ ആ ഡ്രസ്സ് യെല്ലോ ആക്കിയിട്ടുണ്ട്. കണ്ടോ, ബ്രൈഡിൻ്റെ ഡ്രസ്സ് നോക്കി യെല്ലോ ആക്കി മാറ്റിയിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇത് ഫ്രീ ആയിട്ട് നമുക്ക് ജെമിനി ഉപയോഗിച്ചുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ ഇപ്പം നമുക്ക് ഒരു ബോയിയുടെ ഇമേജ്, ആ ബോയിയുടെ ഇമേജ് നമ്മൾ വിഷൻ ബോർഡൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ആ ബോയിയുടെ ഇമേജിന് നമുക്കിപ്പോൾ ഒരു ഡോക്ടറാണ്, ആ ബോയ്ക്ക് ഡോക്ടർ ആവാൻ അല്ലെങ്കിൽ ഒരു ഗേളിന് ഡോക്ടർ ആവാൻ താല്പര്യം. അപ്പോൾ അങ്ങനെ വിഷൻ ബോർഡൊക്കെ സെറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ ആ കുട്ടിയെ നമുക്കൊരു ഡോക്ടറാക്കി മാറ്റണമെങ്കിൽ ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് കൊടുത്താൽ മതി. ആ കുട്ടിയുടെ ഇമേജ് കൊടുക്കുക, അതിനുശേഷം ഒരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് സിമ്പിളായിട്ട് അതിനെ ആ ഒരു ഇതിൽ ജനറേറ്റ് ചെയ്ത് തരും. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു കുട്ടിയുടെ ഇമേജ്, ഈ കുട്ടി നമുക്കൊരു ഡോക്ടറായിട്ട് അല്ലെങ്കിൽ ഒരു നേഴ്സായിട്ട് അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ പൈലറ്റായിട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്യാം. അതിനുശേഷം നമുക്കിതൊന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ആ ഇമേജ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുന്നു. നമ്മൾ ഈ കുട്ടിയെ ജസ്റ്റ് ഒരു ഡോക്ടറാക്കാൻ പറയുകയാണ്. ജസ്റ്റ് കൊടുക്കുക. അപ്പോൾ അത് ജനറേറ്റ് ചെയ്ത് തുടങ്ങി. നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇതുപോലെ നമുക്ക് ഒരുപാട് അനന്ത സാധ്യതകളാണ് ഇതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് ഒരു ഓണത്തിൻ്റെ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യണം, ക്രിസ്മസിൻ്റെ, ഓണത്തിൻ്റെ, ദീപാവലിയുടെ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ കമ്പനീൻ്റെ ഡീറ്റെയിൽസ് എടുക്കുക. നമ്മുടെ കമ്പനി ഇന്നതാണ് ചെയ്തത്, ഒരു പ്രൊഫഷണൽ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സെക്കൻഡുകൾക്കുള്ളിൽ ഇത് ജനറേറ്റ് ചെയ്ത് തരും. അതിൻ്റെ നമ്മുടെ ഒരു എംബ്ലം കൊടുത്തിട്ട് ഈ എംബ്ലോയിഡ് ആഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്ത് തരും. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീടിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ പെയിൻറ്റിങ് ചെയ്ത് നോക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു ഇമേജ് കൊടുത്തിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉടനെ തന്നെ ജനറേറ്റ് ചെയ്ത് തരും. നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് ഒന്ന് നോക്കാം. ഇതിൻ്റെ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഒരു ഡോക്ടറായിട്ട് ആ കുട്ടി ഒരു ഡോക്ടറായിട്ട് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് ക്വിക്കായിട്ട് ഇത് ചേഞ്ച് ചെയ്ത് നമ്മൾ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് തരും. ഇതുപോലെ നമുക്ക് എന്ത് കാര്യവും ഇതുപോലെ നമുക്ക് ചെയ്യാം. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു കപ്പിൾ ഫോട്ടോ കൊടുത്തിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്ത് തരും. ഇപ്പോൾ ഈ ഒരു ഫോട്ടോ നമ്മൾ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ പറയണത് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയാണ്. ഇത് സെക്കൻഡുകൾക്കുള്ളിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് തരും. ഇപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് അത് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, സെക്കൻഡുകൾക്കുള്ളിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു താജ്മഹലാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ താജ്മഹലിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ബാക്ക്ഗ്രൗണ്ട് താജ്മഹലിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നതായിട്ട് ഫോട്ടോ ജനറേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെ ജനറേറ്റ് ചെയ്യാൻ നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് ജനറേറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് ജസ്റ്റ് നോക്കി നമ്മുടെ താജ്മഹലിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഇമേജ് ജനറേറ്റ് ആയിട്ടുണ്ട്. അതുപോലെ നമുക്ക് എന്ത് പ്രോംപ്റ്റ് കൊടുത്തും നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോംപ്റ്റ് കൊടുക്കുന്നതനുസരിച്ച് അത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇമേജ് ജനറേറ്റ് ചെയ്ത് തരും. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഭയങ്കര റിയലിസ്റ്റിക്കും പിന്നെ അതുപോലെ തന്നെ നല്ല ക്ലാരിറ്റിയുമാണ് ഇതിൻ്റെ ഇമേജിന്. അതാണ് ബാക്കി ചില AI നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് നമ്മൾ ജനറേറ്റ് ചെയ്ത് വരുന്ന ഇമേജിന് ക്ലാരിറ്റി കുറവായിരിക്കും. ഇത് വളരെ അധികം ക്ലാരിറ്റിയോടുകൂടിയാണ് ഇത് ജനറേറ്റ് ചെയ്ത് തരുന്നത്. ഇതുപോലെ നമുക്ക് എന്ത് കാര്യവും ഇപ്പം ഒരു സോഫ്റ്റ്വെയർ ഫോട്ടോഷോപ്പ്, ക്യാൻവ അങ്ങനെയുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്യിക്കുന്ന എന്ത് കാര്യവും നമുക്ക് പ്രോംപ്റ്റ് കൊടുത്തുകൊണ്ട് മാത്രം ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് മിസ്യൂസ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പക്ഷേ ഇത് നല്ല പർപ്പസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുക. നിങ്ങളിത് ജസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് സോ മച്ച്.